നമ്മുടെ നാട്ടിൽ വിവിധ മേഖലകളിൽ നടക്കുന്ന ശാസ്ത്രീയ ഗവേഷണങ്ങളെ, കണ്ടുപിടുത്തങ്ങളെ, അതിൻ്റെ പുരോഗതിയും വെളിവാക്കുന്ന യുറേക്ക പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുറേക്ക എത്തി നിൽക്കുന്നത് സെൻറ്റർ ഫോർ ട്യൂബർ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് കിഴങ്ങുവർഗ്ഗ ഗവേഷണത്തിൽ ലോകശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര കിഴങ്ങുവർഗ്ഗ ഗവേഷണ കേന്ദ്രത്തിലാണ്. ഇവിടെ മരിച്ചീനി, മധുരക്കിഴങ്ങ്, കാച്ചിൽ, കൂവ അങ്ങനെ അത്യുൽപാദന ശേഷിയുള്ള വിവിധതരം കിഴങ്ങുവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അത് കർഷകരിൽ എത്തിക്കുകയും ചെയ്യുന്നു. അതുകൂടാതെ കിഴങ്ങിൽ നിന്നും ഒട്ടേറെ വിഭവങ്ങൾ ഉണ്ടാക്കി വിപണിയിൽ എത്തിക്കുകയും താല്പര്യമുള്ളവർക്ക് അതിനുവേണ്ട പരിശീലനവും പിന്തുണയും ഉറപ്പു നൽകുകയും ചെയ്യുന്നു. അതോടൊപ്പം വിളകളെ നശിപ്പിക്കുന്ന കീടങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ള ജൈവ കീടനാശിനിയും CTCRI സ്വയം വികസിപ്പിച്ചെടുത്തു. CTCRIയുടെ ഗവേഷണങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ നാടിന് ഏറെ അഭിമാനിക്കാവുന്ന ഈ സ്ഥാപനത്തെക്കുറിച്ച് ചില വസ്തുതകൾ മനസ്സിലാക്കാം. My dear children, I welcome you to this premier research institute's Central Tuber Crop Research Institute located at Trivandrum under Indian Council of Agricultural Research. This research institute was established in the year 1963 and we have spent already 50 glorious years. During these 50 years, we have contributed immensely in food security, nutritional security as well as livelihood security of the farmers of India as well as our neighboring countries. This institute also have one regional center located at Bhubaneswar, Odisha. In that center, basically we are concentrating mostly on sweet potato and taro. The Green Revolution has come through the grain crops which are wheat, rice, maize. But during that period, these root crops has not been attended to in a proper manner. Now, globally, the world is looking towards these root and tuber crops for the next green revolution, which is people are thinking that it will come through these root and tuber crops, these unique crops like potato, tapioca, sweet potato, taro, yams. So we are actually developing varieties, the technologies for production, protection, value additions for this unique group of crops. So we have actually developed about 53 high yielding varieties of about say 16 varieties of tapioca, then sweet potato, taro, elephant foot yam, and even sweet potato, yams. So all these varieties, they are very high yielding and nutritional quality also is very good. ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ കഴിഞ്ഞ 50 വർഷമായി CTCRI നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നു. ഇനി നമ്മൾ കിഴങ്ങുവർഗ്ഗങ്ങളിൽ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കാണുന്ന മരിച്ചീനിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ചീനി, മരിച്ചീനി, കപ്പ, കൊള്ളി എന്നീ പേരുകളിലാണ് ഇഷ്ടൻ അറിയപ്പെടുന്നത്. മലയാളിയുടെ ഈ പ്രിയപ്പെട്ട ഭക്ഷണം എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് അറിയണ്ടേ? ആയിരത്തി 1503 പോർച്ചുഗീസുകാരാണ് കേരളത്തിൽ മരച്ചീനി എത്തിച്ചത്. അതിനുശേഷം 1880 മുതൽ 85 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീ വിശാഖം മഹാരാജാവിൻ്റെ കാലത്താണ് മരച്ചീനിക്ക് കേരളത്തിൽ കൂടുതൽ പ്രചാരം സിദ്ധിച്ചു തുടങ്ങിയത്. മരച്ചീനി കേരളത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വളരെയധികം ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കാലത്ത് പോർച്ചുഗീസ് വ്യാപാരികൾ വഴി ശ്രീലങ്ക വഴിയാണ് അദ്ദേഹം മരച്ചീനി കേരളത്തിൽ എത്തിച്ചത്. എന്നിട്ട് തിരുവനന്തപുരത്തിൻ്റെയും തിരുവിതാംകൂറിൻ്റെയും പല ഭാഗങ്ങളിലും ഈ വിള നട്ട് അതിൻ്റെ കൃഷിരീതികൾ അദ്ദേഹം സ്റ്റാൻഡർഡൈസ് ചെയ്തെടുത്തു. അതിനുശേഷം അത് പാചകം ചെയ്ത് കഴിച്ചു നോക്കാനുള്ള നിർദ്ദേശം അദ്ദേഹം നൽകി. അപ്പോൾ ആദ്യം അത് പാചകം ചെയ്ത് കഴിച്ചപ്പോൾ അത് കഴിച്ചവർക്ക് ഛർദിലും മറ്റ് അസ്വസ്ഥതകളൊക്കെ ഉണ്ടായതായി
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണമെന്ന് പറഞ്ഞാൽ ആദ്യം അത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ള കാര്യം സ്റ്റാൻഡർഡൈസ് ചെയ്തിരുന്നില്ല. അപ്പോൾ അവർ വെള്ളം ഊറ്റിക്കളഞ്ഞൊന്നും എടുത്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം വീണ്ടും അതിൻ്റെ പാചക രീതികൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത് ഇന്നത്തെ പോലെ ആക്കി. പിന്നെ അദ്ദേഹം തന്നെ അത് പല സ്ഥലങ്ങളിലും കഴിച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്തൊക്കെ കാണിച്ചെങ്കിലും നാട്ടുകാർക്ക് ഈ വിള എന്തോ വിഷാംശമുള്ളതാണെന്ന് കരുതി അത് കഴിക്കുന്നതിന് എന്തോ ഒരു മടി ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം അത് പ്രചരിപ്പിച്ചതിനെക്കുറിച്ച് ഒരുപാട് രസകരമായ കഥകളുണ്ട്. അതിലൊന്നാണ് ഇന്നത്തെ ജവഹർ നഗർ, തിരുവനന്തപുരത്തെ ജവഹർ നഗർ എന്ന സ്ഥലത്ത് പണ്ട് മരച്ചിനി വിള എന്നാണ് അത് അറിയപ്പെടുന്നത് തന്നെ. അദ്ദേഹം ഒരുപാട് മരച്ചിനി കൃഷി നടത്തുകയും അവിടെ ഒരു പ്രത്യേകമായ ഒരു ബോർഡ് വെച്ചു, സവിശേഷമായ ഈ വിള ഇവിടെ നിന്ന് നഷ്ടപ്പെടരുത്, ഇവിടെ നിന്ന് ആരെങ്കിലും അത് കൊണ്ടുപോവുകയാണെങ്കിൽ കഠിനമായി ശിക്ഷിക്കപ്പെടുമെന്നൊക്കെ ബോർഡ് വെച്ചിരുന്നതായിട്ടും അതിൻ്റെ പിറ്റേ ദിവസം തന്നെ നാട്ടുകാർ അത് എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയി അങ്ങനെ കേരളം മുഴുവൻ അത് പ്രചരിച്ചതായിട്ടൊക്കെ രസകരമായ ഒരുപാട് കഥകളുണ്ട്. അങ്ങനെ വളരെയധികം കലോറി വാല്യുള്ള ഈ വിള മാത്രമല്ല ഏത് പ്രതികൂല പരിസ്ഥിതികളിലും വളരുന്ന ഒരു വിള അദ്ദേഹം തിരിച്ചറിഞ്ഞു. അത് പിന്നീട് വന്ന ക്ഷാമകാലത്ത്, പ്രത്യേകിച്ച് യുദ്ധ സമയത്തുണ്ടായ ക്ഷാമകാലത്ത് മലയാളികൾക്ക് ആഹാരമായി ഈ മരച്ചിനി ഉണ്ടായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേക ലക്ഷ്യം. അതിനുശേഷം ഗവേഷണ രംഗത്ത് CTCRIയും മറ്റ് സംഘടനകളും ഇതിൻ്റെ പല വ്യാവസായിക സാധ്യതകൾ കണ്ടെത്തുകയും അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഈ കൃഷി വ്യാപിച്ചിരിക്കുന്നു. അന്തർദേശീയ തലത്തിൽ മരച്ചിനി വളരെയധികം പ്രാധാന്യമുള്ളൊരു വിളയാണെന്നുള്ള നിങ്ങൾക്കറിയാമല്ലോ. പ്രത്യേകിച്ച് ആഫ്രിക്ക, സൗത്ത് അമേരിക്ക തുടങ്ങിയ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒരു രക്ഷക വിളയായിട്ട് മരച്ചിനി ഇന്നും നിലകൊള്ളുന്നു. മരച്ചീനി വിള നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് എത്തിയതെന്ന് അറിഞ്ഞല്ലോ. ഇനി എത്രയിനം കിഴങ്ങുവർഗ്ഗങ്ങളുണ്ടെന്നും CTCRI അതിനെ സംരക്ഷിക്കുന്നതിനും പുതിയവ വികസിപ്പിക്കുന്നതിനും വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും അറിയാൻ ശ്രമിക്കാം. അതിന് നമുക്ക് ആദ്യമായി CTCRIയുടെ ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് ഡിവിഷനിലേക്ക് കടക്കാം. ഇന്ത്യയിലെ പ്രശസ്ത സസ്യശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ എ എബ്രഹാം സാറാണ് ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് ഡിവിഷന് നേതൃത്വം നൽകിയത്. ഈ ഡിവിഷനിൽ പ്രധാനമായും 2 തരത്തിലുള്ള റിസർച്ചാണ് നടന്നു വരുന്നത്. ഒന്ന്, ഇന്ത്യയിലും വിദേശത്തു നിന്നുമായി വിവിധ കിഴങ്ങുവർഗ്ഗ വിളകളിലായിട്ടുള്ള 6000-ഓളം ഇനങ്ങൾ സംരക്ഷിച്ചു വരുന്നുണ്ട്. അതായത് ഫീൽഡിലും ടിഷ്യൂ കൾച്ചറിലുമായിട്ട് 6000-ഓളം ഇനങ്ങൾ, മരിച്ചീനിയിൽ തന്നെ 1500-ഓളം ഇനങ്ങളും മധുരക്കിഴങ്ങിൽ 1100-ഓളം ഇനങ്ങളും ഇവിടെ സംരക്ഷിച്ചു വരുന്നു. ഇന്ത്യയിൽ കേരളം തൊട്ട് അരുണാചൽ പ്രദേശ് വരെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പുതിയ ഇനങ്ങൾ ഞങ്ങൾ പോയി കാട്ടിൽ നിന്നും നാട്ടിനങ്ങളും കളക്ട് ചെയ്യുകയും ഇവിടെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇവയിൽ നിന്നുമായി ജനിതക സങ്കലനം വഴി പുതിയ ഇനങ്ങൾ പുറത്ത് ഇറക്കുന്നുണ്ട്. കഴിഞ്ഞ 50 വർഷക്കാലത്തിനിടയിൽ 53 ഇനങ്ങളാണ് ഇവിടെ നിന്നും പുറത്തിറക്കിയിട്ടുള്ളത്. അതിൽ തന്നെ മരിച്ചീനിയിൽ 16ഓളം അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളുണ്ട്. ഏറ്റവും പുതിയ ഇനങ്ങളായിട്ട് അടുത്ത കാലത്ത് നല്ല മഞ്ഞ നിറത്തിലുള്ള ഒരു ശ്രീ സ്വർണ്ണ എന്ന ഇനവും ശ്രീ പവിത്ര എന്ന ഇനവും പുറത്തിറക്കുകയുണ്ടായി. ഈ മധുരക്കിഴങ്ങിനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ എന്ന് പറയുന്നത് ശ്രീ കനക എന്ന സ്വർണ്ണ നിറത്തിലുള്ള കിഴങ്ങുള്ള ഒരു ഇനമുണ്ട്. 85 ദിവസം മാത്രം മൂപ്പുള്ള ഇനമാണിത്. ഇതിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് മാൽന്യൂട്രീഷൻ ആണ്. അത് കുട്ടികളിൽ ശിശുമരണത്തിലൊക്കെ വഴിതെളിക്കുന്നുണ്ട്. അതുകൊണ്ട് ധാരാളം വൈറ്റമിൻ എ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഇനമാണ് ഈ ശ്രീ കനക എന്ന് പറയുന്നത്. മാത്രമല്ല ശ്രീ ഭദ്ര എന്ന നിമാവരെ ചേർത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു ഇനമുണ്ട്. ഈ മധുരക്കിഴങ്ങിന് പുറമെ കാച്ചിൽ, ചേന, ചേമ്പ് ഇവയിലെല്ലാം സങ്കര ഇനങ്ങൾ, അതായത് ആൺപൂവും പെൺപൂവും കൂടെ കലർത്തി വിത്ത് ഉൽപ്പാദിപ്പിക്കുകയും അവയിൽ നിന്നും അത്യുൽപാദന ശേഷിയുള്ള പുതിയ ഇനങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അതിനാണ് ഇവിടുത്തെ ശാസ്ത്രജ്ഞർ നേതൃത്വം നൽകുന്നത്. മാത്രമല്ല ബയോടെക്നോളജി റിലേറ്റഡ് വർക്കും ഇവിടെ നടന്നു വരുന്നു.
അതായത് പുതിയ ട്രാൻസ്ജനിക് ജനറ്റിക്കലി മോഡിഫൈഡ് വെറൈറ്റീസ് ഉണ്ടാക്കാനും ഞങ്ങൾ നേതൃത്വം നൽകുന്നുണ്ട്. ഇത് ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് ഡിവിഷനിലെ സൈറ്റോജനറ്റിക്സ് ലാബാണ്. ഇവിടെ നമുക്ക് പലതരം മൈക്രോസ്കോപ്പുകളുണ്ട്. മോസ്റ്റ്ലി നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലതരം ക്രോപ്സ് ഉണ്ട്. നമുക്ക് കസാവ, സ്വീറ്റ് പൊട്ടറ്റോ, യാംസ്, അങ്ങനെ പലതരം ക്രോപ്പുകളുണ്ട്. ഇതിൻ്റെയൊക്കെ ക്രോമസോം നമ്പർ നമ്മൾ ഇതിൽ ഈ മൈക്രോസ്കോപ്സിലൂടെയാണ് നോക്കുന്നത്. അതുകൂടാതെ ചെറിയ ചെറിയ പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ്, നമുക്കിപ്പോൾ ഒരു ചെറിയ സീഡ് നോക്കണം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും പാർട്സ് നോക്കണമെങ്കിൽ അത് സ്റ്റീരിയോ മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് നോക്കാവുന്നതാണ്. മറ്റേത് മോസ്റ്റ്ലി നമ്മളിത് യൂസ് ചെയ്യുന്നത് സൈറ്റോളജിക്കൽ വർക്ക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ ലാമിനാർ ഫ്ലോ ആണ്. ലാമിനാർ ഫ്ലോയ്ക്കകത്താണ് നമ്മൾ എന്തെങ്കിലും സ്റ്റെറൈലായിട്ടുള്ള വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് ലാമിനാർ ഫ്ലോയ്ക്കകത്താണ് ചെയ്യുന്നത്. മോസ്റ്റ്ലി നമ്മളിവിടെ ക്ലോണിങ്ങിൻ്റെ വർക്ക്സ് ഒക്കെയാണ് ഇതിൽ ചെയ്യുന്നത്. ഇതാണ് ജനറ്റിക് അനലൈസർ. ഇത് DNA ഫിംഗർ പ്രിൻറ്റിങ്ങിനും DNA ബാർകോഡിങ്ങും ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഒരു ചെടിയുടെ ഉള്ളിലുള്ള DNAയുടെ ഘടന പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് ജനറ്റിക് അനലൈസർ. ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് ഡിവിഷൻ വിത്തിനങ്ങളെ എങ്ങനെയാണ് സംരക്ഷിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നതെന്ന് അറിഞ്ഞത്. ഇനി വിളവ് വർദ്ധിപ്പിക്കാനായി പുതുതായി എന്തൊക്കെ കണ്ടുപിടിക്കപ്പെട്ടു എന്നറിയാൻ ക്രോപ്പ് പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് പോകാം. ഈ ക്രോപ്പ് പ്രൊഡക്ഷൻ ഡിവിഷനിൽ ഈൽഡ് കൂട്ടാൻ വേണ്ടിയിട്ട് പല ടെക്നോളജീസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടെക്നോളജിയാണ് മൈക്രോ ഇറിഗേഷൻ അല്ലത് ഫെർട്ടിഗേഷൻ പറയുന്നത്. ഇതെന്ന് വെച്ചാൽ വാട്ടർ ഈസ് ഗോയിങ് ടു ബിക്കം സ്കാർസ്. ഇനി ഇൻ ഫ്യൂച്ചറിൽ വെള്ളം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകമായിട്ട് ഇറിഗേഷൻ ഫോർ അഗ്രികൾച്ചർ അത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് വാട്ടർ സേവിങ് ടെക്നോളജീസ് ജനറേറ്റ് ചെയ്യുന്നു. അതിലാണ് മൈക്രോ ഇറിഗേഷൻ ഫെർട്ടിഗേഷൻ പറയുന്നത്. ഇതെന്ന് വെച്ചാൽ ഈ ക്രോപ്പിൻ്റെ ഈൽഡ് കൂടുന്നത് തോറും വി ആർ സേവിങ് വാട്ടർ ആൾസോ. അപ്പോൾ ഇത് ഡെയിലി ഓരോരോ ചെടിക്കും ഈ വാട്ടർ ഡ്രോപ്സ് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് ക്രോപ്പിന് വളർച്ചയ്ക്ക് വളരെ ഉപയോഗമായിട്ടിരിക്കും. ഇത് വന്നിട്ട് നമുക്ക് ഓരോരോ ദിവസം സൂര്യപ്രകാശം ഉള്ളത് കൊണ്ട് ചൂട് കൂടിക്കൊണ്ടേയിരിക്കും. അതിന് അനുസരിച്ച് വെള്ളം എവാപ്പറേറ്റായി പോയി ലോസ് ആയിക്കൊണ്ടേയിരിക്കും. അത് പാൻ എവാപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് അനുസരിച്ച് എത്രത്തോളം ഡെയിലി പാൻ എവാപ്പറേഷൻ വഴിക്ക് വെള്ളം നമുക്ക് ലോസ് ആയിക്കൊണ്ടിരിക്കും. അത് നമുക്ക് കണക്കിലെടുത്തിട്ടാണ് അത്രത്തോളം വെള്ളം നമുക്ക് ചെടിക്ക് കൊടുക്കണം. അതിന് ഈ ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വളരെ എഫിഷ്യൻറ്റ് ടെക്നോളജിയാണ്. ഇപ്പോൾ ഒരു 2-3 കൊല്ലമായിട്ട് ഈ ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ആക്കിയിട്ടുണ്ട്. വളരെ ഒരു നല്ല ഈൽഡ് ഇൻക്രീസ് കൂടുന്നതാണ്. ഇപ്പോൾ നമുക്ക് 100% ക്യുമുലേറ്റീവ് പാൻ എവാപ്പറേഷൻ അത്രത്തോളം വെള്ളം നമുക്ക് ഈ മൈക്രോ ഇറിഗേഷൻ വഴിക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല ഈൽഡ് കിട്ടുന്നുണ്ട്. രണ്ടാമത് ഈ വീഡ് കൺട്രോൾ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് ഈ കല എന്ന് പറയുന്നത് വളരെ ശല്യമാണ്. ഈ കല എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ഈൽഡ് വളരെ കുറവാകും, കിഴങ്ങിൻ്റെ ക്വാളിറ്റിയും വളരെ കുറവാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഈ വീഡ് കൺട്രോൾ ഗ്രൗണ്ട് കവർ എന്ന് പറയുന്ന സാധനം ഇതാണ്. ഇത് നമുക്ക് കിഴങ്ങ് നടുന്ന സമയത്തിൽ തന്നെ നമുക്ക് വിത്ത് നടുന്ന സമയത്തിൽ തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ ശല്യം ഒരിക്കലും ഇൻ ഫ്യൂച്ചറിൽ നല്ല കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നല്ല ഈൽഡ് കിട്ടുന്നുണ്ടെന്നാണ് ഈ കഴിഞ്ഞ 2 കൊല്ലത്തിൻ്റെ നമ്മൾ റിസർച്ച് ചെയ്യേണ്ട നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം നമ്മൾ വാങ്ങിച്ചാൽ ഒരു 2-3 കൊല്ലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് ഇക്കണോമിക്കലി ഫീസിബിൾ ടെക്നോളജിയാണ്. നമ്മൾ ട്യൂബർ ക്രോപ്സ് കൾട്ടിവേഷന് വേണ്ടി ക്രോപ്പ് പ്രൊഡക്ഷൻ ഡിവിഷനിൽ ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ക്രോപ്പ് പ്രൊഡക്ഷൻ ഡിവിഷൻ എന്ന് വെച്ചാൽ അതിൽ പല ടെക്നോളജീസ് നമ്മൾ നോക്കുന്നുണ്ട്. അതിപ്പോൾ എന്തൊക്കെ പ്രൊഡക്ഷൻ പ്രോബ്ലംസ് ഉണ്ട്, ട്യൂബർ ക്രോപ്സ് പ്രൊഡക്ഷനിക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, അത് നോക്കിയിട്ട് അതിന് വേണ്ടി നമുക്ക് നിവർത്തിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെക്നോളജി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് വന്നിട്ട് കൃഷിക്കാർ ഒരുപാട് വളം ഇടും, ആവശ്യത്തിന് കൂടുതൽ ഇടുന്നുണ്ട്. അതല്ലാതെ ഇടാനുള്ള സമയത്തുള്ള ഇടത്തില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഈ കൃത്യസമയത്തിൽ നമുക്ക് വളം ഇടണം.
കൃത്യ അളവ് വളമിടണം. ഇത് രണ്ടും ശ്രദ്ധിക്കാതെ പോയാൽ നമുക്ക് വിളവ് വളരെ കുറവായിട്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ സൈറ്റ് സ്പെസിഫിക് ന്യൂട്രീഷൻ മാനേജ്മെൻറ്റിന് ഒരു ടെക്നോളജി ഡോക്ടർ ജി ബൈജു കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ വന്നിട്ട് പണ്ടൊക്കെ നമ്മൾ ഒരു ക്രോപ്പ് വെർസസ് ഫെർട്ടിലൈസർ റെസ്പോൺസ് ഇത് വെച്ചിട്ട് ബ്ലാങ്കറ്റ് റെക്കമെൻഡേഷൻ ഒന്ന് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ വന്നിട്ട് മണ്ണിൽ എത്രത്തോളം ഈ ന്യൂട്രിയൻസ് ഉണ്ടെന്ന് അത് നമ്മൾ നോക്കാറില്ല, ജസ്റ്റ് ബ്ലാങ്കറ്റ് റെക്കമെൻഡേഷനായിട്ട് കൊടുക്കും. അപ്പോൾ പിന്നീട് നമുക്ക് ഈ മണ്ണിൽ ഓരോ ഫാർമേഴ്സിൻ്റെ ഫീൽഡിൽ എത്ര മണ്ണിൽ ഈ ന്യൂട്രിയൻസ് ഉണ്ട് അത് നമ്മൾ സോയിൽ ടെസ്റ്റ് സ്റ്റഡി ചെയ്തിട്ട് സോയിൽ ടെസ്റ്റ് ബേസ്ഡ് ന്യൂട്രിയൻ മാനേജ്മെൻറ്റാക്കി നമ്മൾ കൊടുത്തു. പിന്നെ അതിനോട് ശേഷം ഈ സോയിൽ ടെസ്റ്റ് ബേസ്ഡ് ന്യൂട്രിയൻസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ടാർഗറ്റ് ഈൽഡ് നമുക്ക് കിട്ടണം. ഇത്ര ടാർഗറ്റ് ഈൽഡ്, ഇതാണ് എൻ്റെ ടാർഗറ്റ് ഈൽഡ് ഫോർ ദിസ് ക്രോപ്പ്. അപ്പോൾ അതിനനുസരിച്ച് എത്രത്തോളം വളം കൊടുക്കണം അതൊരു ഇപ്പോഴത്തെ ടെക്നോളജി ഡെവലപ്പ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഡോക്ടർ ജി ബൈജു കസ്റ്റമൈസ്ഡ് ഫെർട്ടിലൈസർ അതും കൂടെ പുള്ളി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ടെക്നോളജിയാണ് ട്യൂബർ ക്രോപ്സ് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്. അടുത്തത് ഈ മൈക്രോ ന്യൂട്രിയൻസ് പറയുന്ന ന്യൂട്രിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഈൽഡിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ എന്തൊക്കെ മൈക്രോ ന്യൂട്രിയൻസ് ഡെഫിഷ്യൻ്റ് ആയിട്ടുണ്ട് അதையும் നമുക്ക് കൊടുക്കാനുള്ള ടെക്നോളജി ഡെവലപ്പ് ആക്കിയിട്ടുണ്ട്. വിളവ് വർദ്ധിപ്പിക്കാനായി CTCRI എന്തൊക്കെ മാർഗങ്ങളാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? മണ്ണിൻ്റെ നിലവാരം കണക്കിലാക്കുകയും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുകയും ചെയ്താൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് ക്രോപ്പ് പ്രൊഡക്ഷൻ ഡിവിഷൻ കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് മണ്ണിൻ്റെ ഗുണനിലവാരം തിട്ടപ്പെടുത്തുന്നതെന്ന് നോക്കാം. ഇത് ക്രോപ്പ് പ്രൊഡക്ഷൻ ഡിവിഷനിലെ സോയിൽ സയൻസ് ലാബാണ്. ഇവിടെ പ്രധാനമായിട്ടും മണ്ണിലെ ന്യൂട്രിയൻസ് ആണ് അനലൈസ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് മണ്ണിൻ്റെ pH, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഓർഗാനിക് കാർബൺ, പിന്നെ മേജർ ന്യൂട്രിയൻസ് NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ആൻഡ് ദെൻ സെക്കൻഡറി ന്യൂട്രിയൻസ് കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, അതിനുശേഷം മൈക്രോ ന്യൂട്രിയൻസ്. ഇത്രയുമാണ് ഇവിടെ പ്രധാനമായിട്ടും അനാലിസിസ് ചെയ്യുന്നത്. ജെൽടെക് അപ്പാരറ്റസ് എന്ന് പറയുന്ന ഒരു അപ്പാരറ്റസ് ആണ്. ഇതിൽ പ്രധാനമായിട്ടും ചെയ്യുന്ന നൈട്രജൻ അനാലിസിസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സാമ്പിൾ ഡൈജഷൻ മിക്സ്ചറും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച് ഡൈജസ്റ്റ് ചെയ്ത സാമ്പിളാണ് നമ്മളിതിൽ അനാലിസിസിന് വേണ്ടി വെക്കുന്നത്. അതിൽ ലിബറേറ്റ് ചെയ്യുന്ന നൈട്രജൻ ബോറിക് ആസിഡ് അബ്സോർബ് ചെയ്യുന്നു. ഈ ബോറിക് ആസിഡ് അബ്സോർബ് ചെയ്ത നൈട്രജനെ നമ്മൾ സൾഫ്യൂരിക് ആസിഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് ടൈട്രേറ്റ് ചെയ്താണ് ഇതിൽ എത്ര പെർസെൻറ്റേജ് നൈട്രജൻ നമ്മുടെ സോയിൽ സാമ്പിളിൽ എത്ര പെർസെൻറ്റേജ് നൈട്രജൻ ഉണ്ട് എന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. സോയിലുള്ള പൊട്ടാസ്യം കാൽസ്യമാണ് നമ്മൾ ഫ്ലെയിം ഫോട്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഇൻസ്ട്രുമെൻ്റ് വഴി നമ്മൾ അനാലിസ് ചെയ്ത് എടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 5 ഗ്രാം സോയിൽ സാമ്പിൾ ഒരു ബീക്കർ എടുത്തിട്ട് ഒരു ബോട്ടിൽ എടുത്തിട്ട് ഇതിൽ അമോണിയം അസറ്റേറ്റ് ആണ് യൂസ് ചെയ്യുന്നത് എക്സ്ട്രാക്റ്റൻ്റ് ആയിട്ട്. അപ്പം അതിൽ നിന്നുള്ള പൊട്ടാസ്യവും കാൽസ്യം അതിലോട്ട് എക്സ്ട്രാക്റ്റ് ആയിട്ട് വരും. അതിനെ നമ്മൾ ഫിൽറ്റർ ചെയ്ത് കിട്ടുന്ന ഈ സൊല്യൂഷൻ ഉപയോഗിച്ചാണ് 5 ഗ്രാം സോയിലിന് സാമ്പിളിനകത്തോട്ട് 50 ml അമോണിയം അസറ്റേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്ത് 5 മിനിറ്റ് ഷെയ്ക്ക് ചെയ്യുന്നു. 5 മിനിറ്റ് ഷെയ്ക്ക് ചെയ്തിട്ട് ആ എക്സ്ട്രാക്റ്റൻ്റ് വെച്ചാണ് അതിനെ നമ്മൾ ഫിൽറ്റർ ചെയ്ത് കിട്ടുന്ന ഈ എക്സ്ട്രാക്റ്റൻ്റ് ഉപയോഗിച്ചാണ് നമ്മളിതിൻ്റെ പൊട്ടാസ്യവും കാൽസ്യവും നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. ഫോസ്ഫറസ് എസ്റ്റിമേഷന് വേണ്ടിയിട്ട് 5 ഗ്രാം സോയിൽ സാമ്പിൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് ആക്ടിവേറ്റഡ് ചാർക്കോൾ 1 സ്പാറ്റിൽ ഇട്ടിട്ട് ദെൻ അതിൻ്റെ ഒരു എക്സ്ട്രാക്റ്റൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് ബ്രേ സൊല്യൂഷനാണ്. ആ ബ്രേ സൊല്യൂഷൻ 50 ml കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ഷേക്കറുണ്ട്. ഇതിൽ 5 മിനിറ്റ് ഷേക്ക് ചെയ്യുമ്പം ഈ സോയിൽ സാമ്പിളിൽ എത്ര ഫോസ്ഫറസ് ഉണ്ടോ അത്രയും ഫോസ്ഫറസ് ഈ എക്സ്ട്രാക്റ്റിലോട്ട് വരും, മീൻസ് ബ്രേ സൊല്യൂഷനകത്തോട്ട് വരും. ഈ ബ്രേ സൊല്യൂഷൻ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഫിൽറ്റർ ചെയ്ത് ഒരു ഫിൽറ്റർ പേപ്പർ വെച്ചിട്ടുണ്ട് വേറൊരു ബീക്കറിലോട്ട് ഫിൽറ്റർ ചെയ്തിട്ട് ആ ഫിൽട്രേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ആ ഫിൽട്രേറ്റിൽ നിന്നും 5 ml എടുത്ത് 4 ml അസ്കോർബിക് ആസിഡ് റിയേജൻറ്റും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ്. ആഡ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് സ്ലോ ആയിട്ട് ഈ ഒരു കളർ ഡെവലപ്പ് ചെയ്യും.
10 മിനിറ്റ് ശേഷം ഈ റിയേജൻ്റ് ആഡ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് കളർ വന്നു തുടങ്ങി, ചെറിയൊരു ബ്ലൂ കളർ ഇപ്പോൾ തന്നെ വന്നു തുടങ്ങി. 10 മിനിറ്റിന് ശേഷമാണ് ഇത് റീഡ് ചെയ്യേണ്ടത്. ഇതിനെ മേക്കപ്പ് ചെയ്ത് ഒരു 25 ml ആക്കണം. എല്ലാ സോയിൽ സാമ്പിളിലും നമ്മൾ ഒരേ ലെവലിൽ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ സോയിൽ സാമ്പിളിലും എത്ര ലെവലിൽ ppm അല്ലെ എത്ര ലെവലിൽ ഫോസ്ഫറസ് ഉണ്ടെന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും ബൈ യൂസിങ് സ്പെക്ട്രോഫോട്ടോമീറ്റർ. ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടുന്നത്. ഈ കളർ നമ്മൾ UV വിസിബിൾ സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ ഒരു 660 നാനോമീറ്ററിൽ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ഈ സോയിൽ സാമ്പിളിൽ എത്ര % ഫോസ്ഫറസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ppm ലെവലിൽ എത്ര % ഫോസ്ഫറസ് ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇത് സോയിൽ CTCRI ക്രോപ്പ് പ്രൊഡക്ഷൻ്റെ താഴെയുള്ള സോയിൽ ഫിസിക്സ് ലബോറട്ടറിയാണ്. ക്രോപ്പ് പ്രൊഡക്ഷൻ കിഴങ്ങിയുടെ ഉൽപ്പാദനത്തിന് വേണ്ടി മണ്ണിൻ്റെ ഉള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ആ ഫാക്ടറാണ് ഇവിടെ നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സോയിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസും സോയിൽ വാട്ടറുമാണ്. സോയിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ സോയിലിൻ്റെ ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു പാരാമീറ്ററാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കിഴങ്ങിയുടെ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് എല്ലാത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്ററാണ്. അത് നമ്മൾ ചെയ്യുന്നത് ഇതുപോലത്തെ കീൻസ് ബോക്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു സാധനം വെച്ചിട്ടാണ് അതിൻ്റെ ബൾക്ക് ഡെൻസിറ്റി ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്ന വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയും ഇതിൽ നിന്ന് അറിയാൻ പറ്റും. അതുപോലെ മണ്ണിൻ്റെ ഉള്ള ഡിഫറെൻറ്റ് പാർട്ടിക്കിൾ സൈസ്, അതെങ്കിലും സാൻഡ്, സിൽറ്റ്, ക്ലേ അങ്ങനെ പറയുന്ന പാർട്ടിക്കിൾ സൈസും ഇവിടെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട്. അത് ഇതിൻ്റെ ഒരു ഡെൻസിറ്റി പ്രിൻസിപ്പിളാണ്. ഇതുപോലത്തെ ഒരു ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്ന ഒരു സാധനത്തിന് വെച്ചിട്ടാണ് ഡെൻസിറ്റി പ്രിൻസിപ്പിളിലേക്ക് അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് ജിയോൾഫ് പെർമിയോമീറ്റർ. ഇത് ആക്ച്വലി അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഒരു എക്യുപ്മെൻ്റാണ്. ഇതിൽ നിന്ന് നമ്മൾ മണ്ണിൻ്റെ ഹൈഡ്രോളിക് പ്രോപ്പർട്ടീസ്, അതായത് സോയിൽ ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി, സോയിൽ സോഫ്റ്റിവിറ്റി എന്ന് പറയുന്ന സോയിൽ ഫിസിക്കൽ വാട്ടർ ട്രാൻസ്മിഷൻ പ്രോപ്പർട്ടീസ് നമുക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ പ്രിൻസിപ്പിൾ ജസ്റ്റ് ഇതിൻ്റെ നമ്മൾ ഒരു നോൺ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ ഒരു നോൺ ക്വാണ്ടിറ്റി ഇവിടെ ഫില്ല് ചെയ്തിട്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം അതിൻ്റെ വാട്ടർ ലെവൽ ഡിക്രീസ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈം കാൽക്കുലേറ്റ് ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് ഇത് ഞാൻ പറഞ്ഞ മറ്റേ ഹൈഡ്രോളിക് പ്രോപ്പർട്ടീസ്, ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി, സോഫ്റ്റിവിറ്റി നമുക്കെല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇത് മണ്ണിൻ്റെ പ്രോപ്പർട്ടീസ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അനുസരിച്ച് ഒவ்வொரு മണ്ണിൻ്റെ ഇതും ഒவ்வொரு വാല്യൂ നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ ഫർദറായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ സോയിലിൻ്റെ പ്രോപ്പർട്ടീസ് മോഡിഫൈ ചെയ്യണം, ഇത് വളമിടാനായിട്ടോ അതില്ലെങ്കിൽ ചാണം ഇട്ടിട്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എങ്ങനെ മോഡിഫൈ ചെയ്യണമെന്ന് പറയുന്നത് ഇത് ഒരു നല്ല ഒരു എക്യുപ്മെൻ്റാണ്. മണ്ണിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളുടെ അളവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്നും മണ്ണിൻ്റെ സ്വഭാവം അറിയാൻ ഉപയോഗിക്കുന്ന ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും ലഭ്യമായ ഉപകരണങ്ങളെയും പരിചയപ്പെട്ടുവല്ലോ. ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് ഡിവിഷൻ പുതുതായി കണ്ടെത്തുന്ന വിത്തിനങ്ങളുടെ കാര്യക്ഷമമായ വളർച്ചയിൽ ക്രോപ്പ് പ്രൊഡക്ഷൻ്റെ പങ്കെന്തെന്ന് നോക്കാം. ഈ പുതിയ വെറൈറ്റി ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റിൽ ഡിവിഷനിൽ വരുന്ന പുതിയ വെറൈറ്റികൾക്ക് എത്ര സ്പേസ് കൊടുക്കണം, ഏത് സ്പേസിലാണ് അത് നല്ല മാക്സിമം ഈൽഡ് കിട്ടുന്നുണ്ട്, എത്ര വളം ഇടണം, അതുപോലെ കാര്യങ്ങളൊക്കെ ഈ ക്രോപ്പ് പ്രൊഡക്ഷൻ ഡിവിഷനിലാണ് ഞങ്ങൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത് സ്റ്റഡി ചെയ്ത് എക്സ്പെരിമെൻ്റ് വഴിക്ക് നമ്മൾ കണ്ടുപിടിച്ച് അത് ആ പർട്ടിക്കുലർ വെറൈറ്റിക്ക് എത്ര വളം ഇടണം, എത്ര സ്പേസ് വയ്ക്കണം, എത്ര ഇറിഗേഷൻ കൊടുക്കണം, ഇതുപോലെ ടെക്നോളജീസൊക്കെ ക്രോപ്പ് പ്രൊഡക്ഷൻ ഡിവിഷനിലാണ് ചെയ്യുന്നത്. ഈ ക്രോപ്പ് പ്രൊഡക്ഷൻ ഡിവിഷൻ്റെ വേറൊരു ആസ്പെക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫാർമേഴ്സിന് വേണ്ടി, കൃഷിക്കാർക്ക് വേണ്ടിയുള്ള പ്ലാന്റിംഗ് മെറ്റീരിയൽ പ്രൊഡക്ഷൻ, അത് വളരെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്കാണ് ഈ ഡിവിഷൻ ക്രോപ്പ് പ്രൊഡക്ഷൻ ഡിവിഷനിൽ ചെയ്യുന്നത്. ഈ മരച്ചീനി, മധുരച്ചീനി, കാച്ചിൽ, കൂർക്ക, ചേമ്പ്, ചേന ഇതുപോലെ ഉള്ള കിഴങ്ങ് വർഗ്ഗങ്ങളുടെ പ്ലാന്റിംഗ് മെറ്റീരിയൽ ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്ത് കൃഷിക്കാർക്ക് കൊടുക്കുന്നത്. ഇത് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ക്രോപ്പ് പ്രൊഡക്ഷൻ ഡിവിഷനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിളകൾ സംരക്ഷിക്കുന്നതിനും കാര്യക്ഷമമായ വിളവ് കിട്ടുന്നതിനും ഉൽപ്പന്നങ്ങൾ കർഷകരിൽ എത്തിക്കുന്നതിനും ക്രോപ്പ് പ്രൊഡക്ഷൻ ഡിവിഷൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് അറിഞ്ഞല്ലോ. ഇനി നമുക്ക് ക്രോപ്പ് മ്യൂസിയത്തിലേക്ക് പോകാം.
കേന്ദ്ര കിഴങ്ങ് വർഗ്ഗ വിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ ക്രോപ്പ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന വിഭാഗമാണ് ഈ കാണുന്ന വിള സംഗ്രഹാലയം അഥവാ ക്രോപ്പ് മ്യൂസിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ക്രോപ്പ് മ്യൂസിയം കൊണ്ട് ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ 53 വർഷമായി ഈ ഗവേഷണ കേന്ദ്രം കണ്ടുപിടിച്ച വിവിധ ഇനം സാങ്കേതിക വിദ്യകളുടെ ഒരു പ്രദർശനമാണ്. അതായത് ഇവിടെ എല്ലാ ദിവസവും ധാരാളം കർഷകർ, അതുപോലെ വിദ്യാർത്ഥികൾ, ഗവേഷണ വിദ്യാർത്ഥികൾ, മറ്റ് വ്യവസായികൾ, ഈ കിഴങ്ങ് വർഗ്ഗ വിളകളുമായി ബന്ധപ്പെട്ട വ്യവസായികൾ എല്ലാവരും ഇവിടെ ദിവസവും സന്ദർശിക്കാറുണ്ട്. അപ്പോൾ അവർ സന്ദർശിക്കുമ്പോൾ അവർക്ക് ഈ ഗവേഷണ കേന്ദ്രം കണ്ടുപിടിച്ച നൂതന സാങ്കേതിക വിദ്യകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു പാഠശാലയാണ് ഈ ക്രോപ്പ് മ്യൂസിയം അഥവാ വിള സംഗ്രഹാലയം. നമുക്കൊരു 16 ഇനം കാച്ചിലിനങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ എങ്ങനെയാണ് നടുന്നത്, എങ്ങനെയാണ് അത് പടർത്തേണ്ടത്, വളപ്രയോഗം എങ്ങനെയാണ്, അതിൻ്റെ കൃഷി രീതികൾ എന്തൊക്കെയാണ്, ഇതാണ് പ്രധാനമായി ക്രോപ്പ് പ്രൊഡക്ഷൻ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഈ ക്രോപ്പ് മ്യൂസിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര കിഴങ്ങുവർഗ്ഗ ഗവേഷണ കേന്ദ്രത്തിന് ഭക്ഷ്യസുരക്ഷയിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് അറിഞ്ഞില്ലേ? അതോടൊപ്പം കിഴങ്ങുവർഗ്ഗങ്ങളെ സംരക്ഷിക്കുന്നതിനും പുതിയ ഇനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും അവലംബിച്ചിട്ടുള്ള മാർഗങ്ങളെയും വിളവ് വർദ്ധിപ്പിക്കാൻ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികളെയും കുറിച്ച് അറിഞ്ഞില്ലേ? യുറേക്കയുടെ അടുത്ത എപ്പിസോഡിൽ ജൈവ കീടനാശിനിയെയും CTCRI വികസിപ്പിച്ചെടുത്ത യന്ത്രങ്ങളെയും മരിച്ചീനിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നൂതനവും രുചികരവുമായ വിഭവങ്ങളെക്കുറിച്ചും അറിയും. യുറേക്കയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.